ഇന്നൊരു കുട്ടി വ്ളോഗാണേ. ഞാൻ എൻ്റെ ഐബ്രോ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോന്ന. പിന്നെ നമുക്ക് കുറച്ച് പരിപാടിയും കൂടിയുണ്ട്. അപ്പം ഞാൻ പോയി കാട് പോലെ അതിന് പുരികം. എന്നിട്ട് അപ്പം ഞാൻ സ്ഥിരം പോകുന്നൊരു ചേച്ചീൻ്റെ ഷോപ്പുണ്ട്, സലൂൺ. അവിടെ പോയി ത്രെഡ് ചെയ്ത് പിന്നെ റയാനൊക്കെ കുറച്ച് അറബിക് ബുക്സ് എടുക്കാനുണ്ടായിരുന്നു ലൈബ്രറിയിൽ നിന്ന്. അപ്പോൾ നമ്മളൊന്ന് ലൈബ്രറി വരെ പോയി. അപ്പോൾ ഇതാണ് നമ്മളെ സ്ഥിരമായിട്ട് പോകുന്ന ലൈബ്രറി. നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഏത് പബ്ലിക് ലൈബ്രറിയിൽ പോയിട്ടും നമുക്ക് ബുക്സ് എടുക്കാം. പക്ഷേ ഇവിടുന്ന് ഓൾറെഡി നമ്മൾ ഇപ്പം കുറച്ചൊരു ബുക്സ് എടുത്തിട്ടുണ്ട്. അത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ അറബിക് ഒന്ന് റീഡ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഓൾറെഡി 4 ബുക്ക് എടുത്തിന് പോലും. അപ്പം ഇനി നമുക്ക് ഒന്നേ എടുക്കാൻ പറ്റും. ടോട്ടൽ 5 ബുക്സേ നമുക്ക് ഒരു ടൈമിൽ എടുക്കാൻ പറ്റും. പിന്നെ അത് തിരിച്ചു കൊടുത്തിട്ടേ അടുത്തത് എടുക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ നമ്മൾ ബുക്സ് ഒന്ന് സെലക്ട് ചെയ്യുന്നത്. എനിക്ക് സ്റ്റോറി ബുക്ക് ജസ്റ്റ് റീഡ് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ മച്ചു ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ബുക്സ് എല്ലാം അറബിക്കും ഹിന്ദിയെല്ലാം നമ്മൾ സ്ഥിരം വായിപ്പിക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് മറന്നു പോകും. പറയാനൊക്കെ ചെറുതായിട്ടൊന്ന് മറന്നു പോകുന്നെന്ന് തോന്നിയപ്പോൾ ഞാൻ ഈ അറബിക്കിൻ്റെ ബുക്ക് എടുക്കാൻ തോന്നിയത്. ഇതാണ് കുഞ്ഞു കുട്ടിയുടെ സെക്ഷൻ ഇവിടുത്തെ ലൈബ്രറിയിൽ. എനിക്ക് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ ഇവിടുത്തെ ബുക്സും സീറ്റിംഗ് എല്ലാം. അങ്ങനെ നമ്മളത് ബുക്ക് സ്കാൻ ചെയ്തിട്ട് പുറത്തിറങ്ങി. അപ്പോൾ പുറത്തിറങ്ങുന്ന വഴിക്ക് ഇവിടെ കാവ കിട്ടും. അങ്ങനെ അവിടെ നിന്ന് എടുത്തതാണ്. പക്ഷേ ഞാൻ ചമ്മിപ്പോയി, ഞാൻ ഷുഗർ ഇട്ടിട്ടില്ല. വേണമെങ്കിൽ നമുക്കിടാം ഷുഗർ. പക്ഷേ ഇത് ഭയങ്കര കയ്പ്പ്, കുടിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ ബാക്കി മച്ചുവിനോടുത്ത്. എന്നിട്ട് നമ്മളിതന്ന് ഷാർജ വരെ പോന്നാൽ നമുക്കൊരു ഷോപ്പ് നോക്കാനുണ്ടായിരുന്നു, ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്പേസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിനി അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് ദുബൈയിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്ന വഴി. ബോർഡർ എന്നൊക്കെ പറയാം. ഇത് ഞാൻ പ്രത്യേകം എടുത്ത വീഡിയോ കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവിടുത്തെ വേസ്റ്റ് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന സ്ഥലം. ഇതിൻ്റെ മേലെ ഉള്ളിൽ അവിടെ ഒരു ഇത് കണ്ട, വണ്ടിയെല്ലാം കണ്ട, JCB കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇതാണ് ആ സ്ഥലം. പക്ഷെ സ്മെല്ലൊന്നുമില്ല കേട്ടോ. നമ്മൾ നാട്ടിലെല്ലാം വേസ്റ്റ് ഇടുന്നിടത്ത് നല്ല സ്മെല്ലുണ്ടാവില്ലേ, സ്മെല്ലൊന്നുമില്ല. പിന്നെ വണ്ടി കയറി എനിക്ക് അപ്പം വിശക്കും. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം വണ്ടി കയറി, എന്തോ അസുഖമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഉള്ള ചിപ്സ് കഴിച്ച്. അപ്പോൾ ഇവിടത്തേക്കാണ് നമുക്ക് വരേണ്ടതുണ്ടായേ. നമ്മൾ ഷോപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന്. അപ്പോൾ റയാനൊക്കെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ചോറ് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു സീറ്റിങ്ങിലുള്ള കഫറ്റേരിയ ഉണ്ട്. എന്നിട്ട് നമ്മളതിൻ്റെ പുറത്തിരുന്ന് ഇതാണ് ആ ഏരിയ. മൊബൈല കൊമേഴ്ഷ്യൽ എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചായയും സമോസയും ഞാനും ചിക്കൻ പഫും മച്ചുപരിപ്പ് വടയെല്ലാം കഴിച്ച് എന്നിട്ട് നമ്മൾ തിരിച്ച് ദുബായിലേക്ക് പോന്നു. ദുബായിൽ നമുക്ക് ഒരാവശ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമ്മളിനി തിരിച്ചു റൂമിൽ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ റൂമിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ എഗെയിൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് ചാട്ട് തിന്നാൻ കുറേ ദിവസമായി പൂതി, കച്ചോരി ചാട്ട് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലുലുല ഞാൻ കഴിച്ച ചാട്ടിൽ ഏറ്റവും നല്ല എന്താ പറയുക, നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്, നല്ല അടിപൊളി ചാട്ട് കിട്ടും, നല്ല വൃത്തിയോ. അപ്പം നമ്മൾ ലുലുവിൽ പോയി കുറേ സമയം നിൽക്കേണ്ടി വന്നു. ഈ ഒരു ഏരിയയിൽ കുറച്ചധികം ടൈം എടുക്കും ഒരെല്ലാം സെറ്റാക്കിയിട്ട് ഒരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക്. അങ്ങനെ എനിക്കിഷ്ടം കച്ചോരി ചാട്ടാണ്. സമൂസ ചാട്ടും കുഴപ്പമില്ല. ഓരോ ആൾക്കാർ ബേൽപൂരി അത് ഇതൊക്കെ വാങ്ങുന്നുണ്ട്. ശരിക്കും എല്ലാം തിന്നാൻ പൂതിയാവും. പക്ഷേ ഏറ്റവും എനിക്കിഷ്ടം കച്ചോരി ചാട്ട്. ഇതാണ് ആ സാധനം. ഇപ്പം റയാനും കഴിക്കുന്നുണ്ട് കേട്ടോ. പണ്ട് റയാനും ഇത് കഴിക്കൂലേനു. അപ്പോൾ നല്ല ഫ്രഷ് ചീര കണ്ടിട്ട് മറ്റൊരു ഇഷ്ടം ചീര വറവ്, റയാനും കഴിക്കും. നമ്മൾ ചീര എടുത്ത് പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടി വാങ്ങാനുണ്ടായിന്. അപ്പം നമ്മളങ്ങനെ പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ട് വണ്ടിയിൽ തന്നെ ചാട്ട് തിന്നാന്ന് വിചാരിച്ച്. വീട്ടിൽ പോയാൽ പറയും ഫുഡ് കഴിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇത് കണ്ടിട്ട് ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കാനുള്ള ക്ഷമയും ഇല്ല. അങ്ങനെ നമ്മൾ വണ്ടിയിൽ തന്നെ കഴിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി വീട്ടിൽ പോയി തിന്നാ ഉറങ്ങാം. അതേ ഉള്ളൂ ഇനി പരിപാടി. അപ്പോൾ ഓക്കെ, ടാറ്റ, ബായ്.